കൊല്ലം കടയ്ക്കലിൽ 58-കാരൻ തലയ്ക്കടിയേറ്റ് മരിച്ചു. ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പലക കൊണ്ട് ഇയാളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി രാജു ഒളിവിലാണ്. സൗണ്ടൊന്നും കേട്ടില്ല, ബഹളമൊന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ല. ഈ കൊച്ചുങ്ങൾ ഇവിടെ ഈ പടക്കമൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാനില്ല പട്ടിയെ പിടിച്ചോണ്ട് ഞാൻ അതിനകത്തിരിക്കുമായിരുന്നു. പട്ടി ഭയങ്കര വേണം എല്ലാം ഇവര് പിന്നെ കാണുന്നത് ഇങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനെ പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസിന് അപ്പോഴും വന്നു. ഇതും വന്നു, ആംബുലൻസിലാണ് പോയത്. ഇവരെങ്ങനെ മദ്യപിച്ച് നമ്മളുടെ തർക്കമാണോ? ഇതൊന്നും അറിയാൻ വയ്യ, തർക്കം എന്താണെന്ന് അറിയാൻ വയ്യ. ഇവര് ഞാൻ സ്ഥിരം മദ്യപിക്കുന്നവരാണ്, ഒരുമിച്ച് മദ്യപിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് 3 പേര് ആദ്യം പോകും, പുറകെ പുള്ളി വരുന്നു. പിന്നെ ഇവിടെ താഴെ നടന്ന് ബഹളം ഞാൻ വീട്ടിൽ നിന്ന് കേട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കസേരയിൽ നിന്ന് ഉറങ്ങി. അപ്പൊ ഇവിടെ നിന്നൊരു പയ്യൻ വന്ന് എന്നെ വിളിക്കുന്നു. അങ്ങോട്ട് വന്നാണ് എന്താണ് നോക്കട്ടെ. വന്നപ്പോൾ ഇവിടെ ഞാൻ അയാൾ കിടക്കുകയാണ്, ബ്ലഡ് നല്ല രീതിയിൽ ഒഴിക്കുന്നു. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു, ആംബുലൻസ് വിളിച്ചു. അവരപ്പോഴും വന്നു, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി. പറഞ്ഞു വലിയ കുഴപ്പമില്ല. അവിടെ ആശുപത്രി സംസാരിച്ചു. എന്നിട്ട് നേരെ പിന്നെ ഹെഡ് ഇഞ്ചറിയാണ്, CT എടുക്കണം എന്ന് പറഞ്ഞ് നേരെ വടിയോടെ ഇവിടെ. ഇപ്പൊ ഇത് പിന്നെ തലയ്ക്ക് അടിച്ച അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു. അതോ അടി കൂടിയത് പറയുന്നു. അടിച്ച ആളാരാണ്? അടിച്ചാണ് ഇവിടെ പരിസരത്ത് സുഹൃത്തുക്കൾ തന്നെയാണ്. വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? പ്രതിയെ പിടിച്ചോ പോലീസ്? ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ്, കടക്കൽ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്, കൊലപാതകം ഉണ്ടായത്. ഇത് ഈ പറയുന്ന ശശിയും രാജുവും ഇരുവരും സുഹൃത്തുക്കളാണ്. ഇരുവരും തമ്മിൽ മദ്യപിച്ചു. മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ രാജു ശശിയെ ആക്രമിക്കുന്നത്. സമീപത്ത് കിടന്നൊരു കമ്പ് എടുത്ത്, ഒരു പലകാകഷ്ണം എന്നാണ് പറയുന്നത്, അതെടുത്ത് ഈ ശശിയുടെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു. തുടർന്ന് രാജു അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഈ ശശിയെ പോലീസ് ഇടപെട്ടാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നത്. അങ്ങനെ എന്തായാലും ഈ ശശിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ ഒളിവിൽ കഴിയുന്ന രാജുവിനായിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കടക്കൽ പോലീസ് കേസെടുത്ത അന്വേഷണം നടത്തി വരുന്നു. ഭവ്യ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.